ഒരു ദം ബിരിയാണി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് നമുക്കൊരു ദം ബിരിയാണി തയ്യാറാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് പോലെ തന്നെ ബിരിയാണിക്ക് വേണ്ട തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ വെളുത്തുള്ളിയും ഇതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കൂടെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമ്മളൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇഞ്ചും കൂടെ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റായിട്ടൊന്നുമില്ല, എന്നാലും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തൊക്കെയാണ് ചെയ്യുന്നത്. ബിരിയാണിക്ക് ഇതേപോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ തക്കാളിയും സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ കുട്ടൻ ബിരിയാണിയാണ്. മൂരി ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അതാണ് തയ്യാറാക്കുന്നത്, പോത്തല്ല. ഇപ്പോൾ ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ 2-3 കുക്കറിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 3 കിലോനേക്കാളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യം ഞാൻ വേവിച്ചെടുത്തിട്ട് അത് 3-ാമത്തെ പ്രാവശ്യം വെക്കാനുള്ളതാണ്. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് 3-4 വിസിൽ വന്നിട്ടാണ് നമ്മളിത് ഓഫാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 80% വേവിൽ നമ്മൾ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയാണ് നമ്മൾ ദമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച ഇറച്ചിയൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് മെയിനായിട്ട് ആവശ്യമുള്ള മല്ലിയില, അതേപോലെ പുതിനയില ഇവരെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഗരം മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കൂടി മിക്സിയിലിട്ട് ഇതേപോലെ പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അധികം മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് 3 കിലോന് കൂടുതലുണ്ട്, എന്നാലും കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 1.5 ടീസ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അധികം ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല. ഇനി 2 ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുകളൊന്നും പെടാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 വലിയ ചെറുനാരങ്ങ തന്നെയാണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇറച്ചി മസാലയും കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. നന്നായിട്ട് കുഴക്കുക തന്നെ വേണം, എന്നാലാണ് ഈ മസാലകളൊക്കെ ഈ ഇറച്ചിയിൽ പിടിക്കുള്ളൂ. അപ്പം ബിരിയാണിയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അറിയാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമുക്കൊരു ദം ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഞാൻ ഇവരെ സഹായിക്കാൻ മാത്രം നിന്നിട്ടുള്ളൂ. അപ്പോൾ അനിയനും അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയത്. അപ്പോൾ ഒരു കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൈ കാട്ടിത്തരുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വൃത്തിയാക്കിയിട്ടാണ് അവർ നമ്മൾ ചെയ്യുന്നേക്കാളും വൃത്തിയിൽ തന്നെയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഇറച്ചും മസാലയും കൂടി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ബിരിയാണിക്ക് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്.
ഇറച്ചി മസാലയും കൂടി ഒന്ന് സെറ്റാക്കി വെച്ച് അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇറച്ചി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി നമ്മളൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് എടുത്ത് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കുക്കറിൽ ഇറച്ചി വേവിച്ച സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്നു. അതാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ഏലക്കായൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചി കൂടുതലും അരി കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 കിലോന് അരിയും അതേപോലെ 3 കിലോയിൽ കൂടുതലായിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളത് കാരണം അതേപോലെ ചെയ്തതാണ്. അതേപോലെ ഈ 2 കിലോ അരിക്ക് ആവശ്യമായ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ അളന്നിട്ടാണ് നമ്മൾ ഇതേപോലെ അരി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ റൈസ് തയ്യാറാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കൽ. അതേപോലെ നമ്മൾ ഇപ്പോൾ പുറത്ത് അടുപ്പിൻ്റെ മീതെ ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്. അങ്ങനെയാണ് നമ്മൾ റൈസ് തയ്യാറാക്കൽ. അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെച്ച് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അവിടെ എത്താൻ 1 മിനിറ്റ് വൈകി. അപ്പോഴേക്ക് അവർ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ദമ്മിന് വേണ്ടിയിട്ടുള്ള പശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 1/2 കിലോ മൈദ എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദം തയ്യാറാക്കുമ്പോൾ നമ്മൾ മൈദ കൊണ്ട് മാവ് തയ്യാറാക്കലുണ്ട്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല. നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതൊന്നും കൂടെ അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചും ചോറും കൂടെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് റൈസ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോറെല്ലാം ഇതിൻ്റെ മീതെ ഇട്ടിട്ട് നമ്മൾ ഇത് ദമ്മിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മീതേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ വിതറി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ മീതെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞളിട്ടിട്ടല്ലേ വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കളറുണ്ട്. നമ്മൾ വേറൊരു കളർ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ബിരിയാണിയിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിലേക്കൊക്കെ ചേർക്കുന്ന പോലെ ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ ബിരിയാണി കൂടുതലുള്ളതല്ല, അതേപോലെ അതിന് ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ ചേർക്കാറുണ്ട്, അതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതിനാണ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ബിരിയാണിയൊക്കെ സെറ്റാക്കൽ കഴിഞ്ഞു. അപ്പോൾ മൈദ വെച്ചിട്ട് ഒരുപാട് മൈദ വെച്ചിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ബിരിയാണിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചിട്ട് അടുപ്പിൻ്റെ മീതെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മീതെ അടച്ച പാത്രത്തിൻ്റെ മീതെ കുറച്ച് ചിരട്ടക്കണലാണ് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിരട്ട വെച്ചിട്ട് തന്നെയാണ് ഇത് കത്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വലിയ പാത്രത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടുപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ ഇത്രയും വലിയ പാത്രം വയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതേപോലെ അടുപ്പിൻ്റെ മീതെ വയ്ക്കുക തന്നെയാണ് സെറ്റായി കിട്ടാനും നല്ലത്. ഇതുപോലെ നമ്മൾ നേരത്തെ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇതേപോലെ തീ കുറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബിരിയാണി നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളിത് 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്തേക്കണ്. അപ്പം നമ്മൾ 1 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ ബിരിയാണി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റൈസാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ കുട്ടൻ ബിരിയാണി പറഞ്ഞത് നല്ല ഇഷ്ടമുള്ളവരുണ്ട്, എന്നാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പം ഞങ്ങളിത് 2-3 വീട്ടുകാർ കൂടിയാണ് എടുത്തത്. നല്ല പോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് കഴിക്കാത്തവരൊക്കെ ഉണ്ട്. എന്നാലും കൂടെ നമ്മൾ നന്നായിട്ട് ഇത് റെഡിയാക്കി എടുത്തു. ഇനി ബിരിയാണിയൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയായി കിട്ടി. എല്ലാവരും കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.